ഞങ്ങളുടെ വീട്ടിലെ വിഷു ആഘോഷം കാലത്ത് തന്നെ വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് സനയുടെ ഫ്രണ്ട്സൊക്കെ വന്ന് അവർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അതിനിടയിൽ തല്ലുകൂടിയിട്ടൊക്കെ പോകുന്നുണ്ട്. ഇസ്രോ ഓൾറെഡി റെഡിയായി നല്ല കുട്ടിയായിട്ടിരുന്നു. അവൾക്കും ഷോള് വേണമെന്ന്. ഷോള് കിട്ടാത്തതിൻ്റെ പേരിൽ പിണങ്ങിയിരിക്കുക വിഷുക്കട്ട കഴിക്കാതെ. അങ്ങനെ ഞാൻ ഷോളൊക്കെ കൊടുത്തു. അതിനുശേഷം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അവരൊക്കെ ഒരുങ്ങി സെറ്റായിരുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് സനിയാണ്. ഓരോ പോസൊക്കെ പറഞ്ഞു കൊടുക്കണേ. അതിനുശേഷം ഞങ്ങളൊരു ഡാൻസൊക്കെ റീലെടുക്കാൻ വേണ്ടി ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. 4-5 പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയിൽ ഒരാൾ സ്റ്റെപ്പ് തെറ്റിക്കും, അപ്പോൾ അടുത്ത ആൾ പിണങ്ങും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അതൊക്കെ മാറ്റി ദേവരാഗത്തിലെ പ്രേമലിലെ സോങ് വെച്ച് അത് കാണായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ വേറെ പാട്ടെടുത്തൊക്കെ വലിയമ്മയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പഠിപ്പിക്കാനൊക്കെ. അങ്ങനെ അപ്പോഴേക്കും അവിടെ വീട്ടിൽ അപ്പച്ചനമ്മയൊക്കെ സദ്യക്കുള്ള ഇല വെട്ടാൻ, വിഷു സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇല വെട്ടാൻ പോയി. അങ്ങനെ ഇലയൊക്കെ വെട്ടി അങ്ങനെ അവര് 3 പേരും ചേർന്ന് ഇലയൊക്കെ വെട്ടി. അപ്പോൾ കുട്ടിപ്പട്ടാളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇലയൊക്കെ വെട്ടി വന്നപ്പോൾ ഉണ്ണിപ്പാപ്പൻ പറഞ്ഞു നമുക്കൊരു ഗെയിം കളിക്കാമെന്ന്. അങ്ങനെ അവര് അവിടെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായില്ലേ ഞാൻ പറയുന്ന അങ്ങനെയില്ല. നീ നിന്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ടോ ഇവിടെ ആദ്യം നോക്കിട്ടോ. ഹെഡ് നീ മാറില്ല അയ്യേ. അങ്ങനെ ഗെയിം അവസാനിച്ച് അവർ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ചെറിയൊരു സദ്യ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ പായസമൊക്കെ വെച്ചു. സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവരെല്ലാവരും ഇരുന്നിട്ട് സദ്യയൊക്കെ കഴിച്ചു. പുരാതന 3 വേഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ചോദിക്കണേ എന്തുട്ടാ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരവരുടെ പരിപാടികളിലേക്ക് ഇറങ്ങി. എത്ര പേരുണ്ട്? 2 ടീമായിരുന്നിട്ടാണ് കളിക്കണേ. അപ്പോൾ ഇവരിവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇവർ മെയിലി ഇവർക്ക് എന്തോ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ റീലെടുക്കാന്ന് പറഞ്ഞ ഒരു മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു.
ഉറക്കിക്കോ. അയ്യോ മത്സരമേ. ഇതാണോ? അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി 2 റീലൊക്കെ എടുത്തു. റീലൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും മഴ പെയ്തപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് ഓടിപ്പോയി. വേനൽ മഴയിൽ ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ മഴ പെയ്യുമ്പോൾ ഇവിടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് വഞ്ചി ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ നീ കുട്ടി വഞ്ചി ഉണ്ടാക്കി, എല്ലാ കുട്ടികളും വഞ്ചിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നേരം ഇരുട്ടി. ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയത്തിൽ വിഷുവായിട്ട് ഒരു നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ കാലമായി നാടകം കണ്ടിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നാടകത്തിന് പോയി. നാടകമൊക്കെ ആസ്വദിച്ചു വന്നു, ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിഷുവാഘോഷം കഴിഞ്ഞു.